ഓരോ പുതുവർഷം വരുമ്പോഴും മനസ്സറിഞ്ഞുകൊണ്ട് അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ സമയം കണ്ടെത്തണേ. ഒരു വർഷം കൂടി എനിക്ക് ലഭിച്ചല്ലോ എന്നുള്ള സന്തോഷം അല്ലാഹുവിനോട് അറിയിക്കണേ. അതോടൊപ്പം തന്നെ വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൽ ലിഉലിൽ അൽബാബ്. ഇനി എത്രയാണ് എന്റെ മുന്നിലുള്ള ദിവസങ്ങൾ എന്ന് എനിക്കറിയില്ല, ഇനി എത്രയാണ് എന്റെ മുന്നിലുള്ള മണിക്കൂറുകൾ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള ജീവിതം ഇസ്തിഗ്ഫാറുകളെ കൊണ്ട് സമ്പന്നമാക്കണേ. മരണത്തിലേക്കുള്ള ദൂരം കുറഞ്ഞു പോയേ. 40ാമത്തെ വയസ്സിൽ നിന്റെ മരണത്തെ രേഖപ്പെടുത്തിയെങ്കിൽ അതിലേക്കുള്ള ദൂരം കുറഞ്ഞുപോയി. സാധുവായി എനിക്കുള്ള വയസ്സ് 27 വയസ്സാണ്. എന്റെ മരണത്തെ കണക്കാക്കി എന്റെ 40ാമത്തെ വയസ്സിലാണോ? എനിക്ക് എന്റെ ഉമ്മയെ കാണാൻ കഴിയുന്നത് 13 വർഷമാണ്. എന്റെ ഭാര്യയെ കാണാൻ കഴിയുന്നത് 13 വർഷമാണ്. എന്റെ മകനോടൊന്ന് ചിരിക്കാൻ, എന്റെ മകനെ ഒന്ന് കളിപ്പിക്കാൻ എനിക്ക് കഴിയുന്നത് വെറും 13 വർഷമാണ്. എന്റെ റബ്ബിന് വേണ്ടി എനിക്കൊന്ന് സുജൂദ് ചെയ്യാൻ കഴിയുന്നത് 13 വർഷമാണ്. കഴിഞ്ഞല്ലോ, കഴിഞ്ഞുപോയല്ലോ. 27 വർഷത്തെ ജീവിതത്തിൽ എന്താണ് സമ്പാദിച്ചു വെച്ചത്? എത്രയെത്ര മഹാത്മാക്കളാണ് അല്ലാഹ് അജ്മീരിന്റെ ദർബാറിൽ സുൽത്താനെ പോലെ ചമഞ്ഞുകൊണ്ട് കിടക്കുന്ന ഖാജാ അവിടുത്തെ ആയുസ് കൊണ്ട് 96 ലക്ഷം ആളുകളെയാണ് ഇസ്ലാമിന്റെ ലോകത്തേക്ക് കൈപിടിച്ചുകൊണ്ട് ആനയിച്ചുകൊണ്ട് വന്നത്. ഇങ്ങനെ എത്രയെത്ര മഹാത്മാക്കൾ സമ്പന്നമാക്കിയെടുത്തു. ഓ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, കേൾക്കണേ കേൾക്കണേ. മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ നാമങ്ങൾ ഖൽബിലേക്കൊന്ന് കുറിച്ചു വെക്കണേ. അവിടുന്ന് എത്ര ഖത്മുകളാണ് തീർത്തത്. ഹൃദയാന്തരങ്ങളിലേക്കൊന്ന് ചിന്തിച്ചു വെച്ചേ. എത്രയെത്ര ആയുസ് കഴിഞ്ഞുപോയി, എത്രയെത്ര രാത്രികൾ കഴിഞ്ഞുപോയി. പറയാൻ എത്ര ഖത്മുകളുണ്ട്, എത്ര രാത്രിയിലുള്ള നിസ്കാരങ്ങളുണ്ട്, എത്ര ഇസ്തിഗ്ഫാറുകളുണ്ട്, എത്ര തസ്ബീഹുകളുണ്ട്. കഴിഞ്ഞു മോനെ. മരണത്തിലേക്കുള്ള ഒരു അധ്യായം കൂടി അവസാനിച്ചിരിക്കുകയാണ്. മരണത്തിലേക്കുള്ള ദൂരം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കണേ, അല്ലാഹുവിലേക്ക് അടുക്കണേ. ഈ പുതുവർഷത്തെ ജീവിതത്തിൽ ചില തീരുമാനങ്ങളും എടുത്തുകൂടെ? എന്റെ ഒരു സുബ്ഹി പോവില്ല, എന്റെ ഒരു നിസ്കാരം ഖളായി പോകില്ല, ഞാനൊരു ഹറാമിലേക്ക് ചെന്നെത്തുകയില്ല, ഒരു പലിശയുമായി ബന്ധപ്പെടുകയില്ല, ഒരു ലോണുമായി ബന്ധപ്പെടുകയില്ല. ഇൻഷാ അല്ലാഹ്